അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഉലാസയുടെ 18ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ വുളൂഇൻ്റെ സുന്നത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ സുന്നത്താണ് ഇനി പറയാൻ പോകുന്നത്. മളുമളത്തു ഫൽ ഇസ്തിൻഷാക്കു. വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അക്കല്ലഹുമ, ഇതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഈസാലുൽ മാഹി ഇലൽ ഫമി വൽ അൻഫി, വായിലേക്കും മൂക്കിലേക്കും വെള്ളത്തിനെ എത്തിക്കലാണ് ഏറ്റവും ഷോർട്ട്. വൽ അക്മലു, പരിപൂർണമായത് ജമ്മുമാ ബിസലാസി ഉറുഫൻ, 3 കോരൽ കൊണ്ട് ഇവ രണ്ടിനെയും ഒരുമിച്ച് കൂട്ടലാണ്. എത്തമതുമതു, വായിൽ വെള്ളം കൊപ്പിളിക്കുക. സുമ്മ യസ്തൻഷിക്കു മിൻ കുല്ലി ഹർഫത്തിൻ മിൻഹ വൽ മുബാലാത്തും, അതിൽ നിന്നുള്ളതായ ഓരോ കോരലും വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചേറ്റുക. മുബാലാത്തു ഫീമ, നല്ലോണം അധികരിപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും വായിൽ വെള്ളം കൊപ്പിളിക്കലും. എപ്പോൾ? ഇൻകാന മുഫ്തിറൻ, അവൻ നോമ്പില്ലാത്തവനാണെങ്കിൽ. അമ്മാ തോയിമോ, അപ്പോൾ നോമ്പുള്ളവനാണെങ്കിലോ അവൻ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും അധികമായാൽ വായിലേക്ക് വെള്ളം കയറിപ്പോകും, കുടിച്ചു പോകും. അപ്പോൾ നോമ്പുകാരന് ഫതുക്റഹു ലഹു, അവൻക്ക് മുബാലത്താക്കപ്പെടും. വൈദ അറത്തു മായി ഫിൽ ഫമി, വായിലൂടെ മായിൻ്റെ വെള്ളം ഒന്നിച്ചു വെട്ടുക. സുമ മജുഹു മിൻഹു, വായിൽ നിന്നും അതിനെ തുപ്പുകയും ചെയ്യുക. ഷാറുഹു മിനൽ അൻഫി ബൈത്തിഹി യുസ്ര, അവൻ്റെ ഇടത് കൈകൊണ്ട് മൂക്കിൽ നിന്നും വെള്ളത്തിനെ പിഴിയണം. വൈദ് ഹാലു ഹിൻലരിൽ ഫീഹി, ചെറുവിരലിനെ മൂക്കിൽ പ്രവേശിപ്പിക്കണം. വൈസാലത്തു മാ ഫീഹി മിനൽ കതിരി, ആ മൂക്കിലുള്ളതായ മേച്ചളതയെ നീക്കം ചെയ്യണം. അപ്പോൾ 8ാമത്തെ സുന്നത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലുമാണ്. അതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് മൂക്കിലേക്കും വായിലേക്കും എത്തിക്കലാണ്. പൂർണ്ണമായത് 3 പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും വേണം. അത് സുന്നത്താണ്. പിന്നെ മുബാലാത്ത് വേണം. ഏറ്റവും നോമ്പില്ലാത്തവനാണെങ്കിൽ, നോമ്പുകാരനാണെങ്കിൽ കുറച്ചു മതി. തുപ്പണം. മൂക്ക് ഇടത് കൈകൊണ്ട് പിഴിയണം. ഇടത് കൈയിലെ ചെറുവിരൽ ഇട്ടുകൊണ്ട് മൂക്ക് വൃത്തിയാക്കണം. അതിലുള്ള മ്ലേച്ഛത നീക്കണം. അടുത്ത ക്ലാസ് ജീമ് മായുത്തുലബു ഫിൽ മസിഹി. ഇതുവരെ പറഞ്ഞത് വുളൂഇൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ്. വുളൂഇൻ്റെ തുടക്കത്തിലുള്ള സുന്നത്തുകൾ, വായും മൂക്കും കഴുകുന്ന സമയത്തുള്ള സുന്നത്തുകൾ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാം ഇതുവരെ പറഞ്ഞത് വുളൂഇൻ്റെ സുന്നത്തുകളെ കുറിച്ചാണ്. വുളൂഇൻ്റെ തുടക്കത്തിലുള്ള സുന്നത്തുകൾ, വായും മൂക്കും കഴുകുന്ന സമയത്ത് ഉള്ള സുന്നത്തുകൾ. ഇനി പറയാനുള്ളത് 3ാമത്തെ ജീമ് മായുത്തുലബു ഫിൽ മസിഹി, തടവുന്ന സമയത്തുള്ള സുന്നത്തുകൾ. നാം വുളൂ ചെയ്യുന്ന സമയത്ത് തടവാറുള്ളത് തലയും ചെവിയുമാണല്ലോ തടവാറുള്ളത്. അവിടെയുള്ള സുന്നത്തുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. 9ാമത്തെ സുന്നത്ത് ഇസ്തിയാബു മസൂർ റസി, തല മുഴുവനും തടവുക. തല തടവൽ അല്പം മതി എങ്കിലും തല മുഴുവനും തടവുക. യുസുന്നു ഇസ്തിയാബു ലിൽത്തിബായി, യുസുന്നു സുന്നത്താക്കപ്പെടും. ഇസ്തിയാബു തല മുഴുവനും തടവലിൽ, ഇത്തിബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റൽ. വഹുറൂജ മിൻ ഇലാഫി മാലിക് അഹ്മദ് റഹിമഹുല്ലാഹി തആല ഹൈസു ഔജബാഹു, വഹുറൂജൻ പുറപ്പെടാൻ വേണ്ടി, ഇലാഫി മാലിക്കൻ അഹ്മദ് ബഹുമാനപ്പെട്ട മാലിക് ഇമാമിൻ്റെയും അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഹൈസു ആജബാഹു, അവർ 2 പേരും നിർബന്ധമാക്കിയിടത്ത്, ബഹുമാനപ്പെട്ട മാലിക് ഇമാമും ഹംബലി ഇമാമും അവർ 2 പേരുടെയും അടുക്കൽ തല മുഴുവൻ തടവൽ നിർബന്ധമാണ്. അപ്പോൾ നാം തല മുഴുവൻ തടവിക്കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ 2 കാര്യമാണ് തല മുഴുവൻ തടവുന്നതിന് സുന്നത്താക്കപ്പെട്ടത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റലും. 2ാമത്തേത് മാലിക് ഇമാമിൻ്റെയും അഹ്മദി ഇമാമിൻ്റെയും അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും രക്ഷപ്പെടലും. അല്പം തടവിയാൽ ഫർള് വീടുമെങ്കിലും മുഴുവനും തടവുന്നത് സുന്നത്താണ്.
വൈൻ ഇക്തസറ അലൽ ബാഗി, ഒരാൾ അല്പം മാത്രമാണ് തടവുന്നത് എങ്കിൽ ഫൗല അന്യക്കൂനു ഹുവന്നാസിയ, ഫൗല ഏറ്റവും നല്ലത് അന്യക്കൂനു ഹുവന്നാസിയ, അത് മൂർത്താവിലാണ്, മൂർത്താവ് തടവലാണ് ഏറ്റവും ഉത്തമം. വയൻബൈ അല്ല യക്തസിറ അല അക്കല്ലമിൻ റുബി ഹുറൂജ മിൻ ഇലാഫി അബി ഹനീഫ, വയൻലുറു അത്യാവശ്യമാണ് അല്ല തക്സിറു അല അക്കല്ലമിൻ റുബോയി, തല 1/4 ചുരുങ്ങാതിരിക്കൽ അതിൽ അത്യാവശ്യമാകും. എന്തിനു വേണ്ടിയാ? ഹുറൂജ മിൻ ഇലാഫി അബി ഹനീഫ്, ബഹുമാനപ്പെട്ട അബു ഹനീഫ തൻ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും പുറപ്പെടാൻ വേണ്ടി. തല മുഴുവൻ തടവണമെന്നില്ല, നേരെ മറിച്ച് തലയുടെ 1/4 തടവൽ നിർബന്ധമാണ്. അപ്പോൾ നാം 1/4 തടവിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും പുറപ്പെടാൻ കഴിയും. എന്തായാലും തല മുഴുവൻ തടവിക്കഴിഞ്ഞാൽ എല്ലാ മദ്ഹബിനോടും യോജിക്കൽ വരുന്നുണ്ട്. കാരണം മാലിക്കി മദ്ഹബും അഹ്മദ് മദ്ഹബും തല മുഴുവനും തടവണമെന്നാണ്. അതുപോലെ ഹനഫി മദ്ഹബ് തലയുടെ 1/4 തടവണമെന്നാണ് പറഞ്ഞത്. ഷാഫി മദ്ഹബിൽ തലയിൽ നിന്നും അല്പം തടവിയാൽ മതി. എങ്കിലും ഷാഫി മദ്ഹബിലുള്ളതായ സുന്നത്തായ കാര്യം മുഴുവൻ തടവണമെന്നാണല്ലോ. അപ്പോൾ തല മുഴുവൻ തടവിക്കഴിഞ്ഞാൽ 3 മദ്ഹബിനോടും യോജിക്കൽ വരുന്നുണ്ട്. അതുകൊണ്ട് തല മുഴുവനും തടവൽ സുന്നത്താണ്. ഇനി തല മുഴുവനും തടവുന്നതിൻ്റെ രൂപം എങ്ങനെയാണ്? വൽ അഫ്ളലു ഫി കൈഫിയത്തിൽ ഇസ്തിബാബി, തല മുഴുവനും തടവുന്നതിൻ്റെ രൂപത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൻ യലഹ ഇബ്ഹ മൈഹി അല സ്വദൈഹി, അൻ യലഹ അത് വെക്കലാണ്, ഇബ്ഹ അവൻ്റെ 2 തള്ളവിരലിനെ 2 ചെവിയുടെ മേൽ വെക്കുക. വയുൽസിക ഇഹ്ദാ സബ്ബാബത്തേഹി ബിൽ ഉഹ്റ, എന്നിട്ട് 2ൽ നിന്നും ഒരു ചൂണ്ടുവിരൽ മറ്റേ ചൂണ്ടുവിരലിനോട് ചേർന്ന് വെക്കുക. സുമ്മ യദ്ഹബ ബിഹിമ മഹൽ ബക്കിയത്തി അസോബിയ ലികഫാഉ സുമ്മ യറദ്ദുഹുമാ ഇല, പിന്നെ 2 ചൂണ്ടുവിരലുകളെയും കൊണ്ടുപോവുക 2 കൈകളോട് കൂടി പിരടിയിലേക്ക്. പക്ഷേ തള്ളവിരൽ അവിടുന്ന് അനക്കാൻ പാടില്ല. തള്ളവിരൽ ചെന്നിയുടെ മേൽ തന്നെ വെക്കുക. മറ്റു വിരലുകൾ ബേക്കോട്ട് കൊണ്ടുപോവുക. സുമ്മ യുറദ്ദുഹുമാ ഇല മൈബൈൻ, പിന്നെ അതിനെ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോരുക. ഇൻ കാന ലഹു ഷഹ്റൻ യൻഖലിബു, മറയുന്നതായ മുടിയുണ്ടെങ്കിൽ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ അതിനെ മടക്കി കൊണ്ടുവരിക. ഇല്ല, ഇനി അങ്ങനെയല്ല, ഒരാൾക്ക് തീരെ മുടിയില്ല. വൽ യക്തസിറു അലദ്ദഹാബി, ബേക്കോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി, തിരിച്ചു കൊണ്ടുപോരേണ്ടതില്ല. വൈൻ കാന അലാ റസിഹി നഹു ഇമാമത്തി തമമ അലേഹ ബഅദ മസ്ഹി നാസിയ ലിൽതിബായി, ഇനി തലയുടെ മേൽ തലയെക്കെട്ട് പോലത്തത് ഉണ്ടെങ്കിൽ മൂർത്താവ് തടവിയതിന് ശേഷം ബാക്കി തലയെക്കെട്ടിൻ്റെ മേലെ അവൻ പൂർത്തിയാക്കണം. അപ്പോൾ തല തടവുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നോക്കാം. മസൂൽ ഉദ്നൈനി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെവി 2 തടവലാണ്. അക്കല്ലുഹു ഇസാലുൽ ബലലി ഇലേഹിമ, അക്കല്ലുഹു അതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത്, ഇസാലുൽ ബലലി ഇലേഹിമ ആ 2 ചെവികളിലേക്കും എത്തിക്കുക, നനവ് എത്തിക്കുക, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. വൽ അക്മലു ഏറ്റവും പരിപൂർണമായത് അൻ യംസഹ ലോഹിറൻ ഹുമാ വബാത്തിനു ഹുമാ ബി ഇഹ്ബഹ മൈഹി വസബ്ബാബത്തേഹി ബിമായിൻ ഹൈരി മായിൻ റസി, തല തടവിയതല്ലാത്ത വെള്ളം കൊണ്ട് തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും 2 ചെവിയുടെ ഉള്ളും പുറവും തടവുക എന്നുള്ളതാണ്. ചെവി തടവുന്നതിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപം സുമ്മ സിമാഹൈഹി ബി തർഫ മുസബ്ബഹത്തേഹി ബിമായിൻ ഹദീദി, സുമ്മ സിമാഹൈഹി പിന്നെ 2 ചെവിക്കൊണ്ട് തടവുക, വൈ മുസബ്ബഹത്തേഹി പിന്നെ 2 ചൂണ്ടുവിരലിൻ്റെ അറ്റം കൊണ്ടും, ബിമായിൻ ജദീദി പുതിയ വെള്ളം കൊണ്ട്, സുമ്മ യുൽസിക കഫൈഹി പിന്നെ 2 കൈയിനെയും 2 ഉള്ളം കൈയിൽ ചേർത്ത് പിടിക്കുക. വഹുമാ മബ്ലൂലത്താനി നനഞ്ഞ 2 കൈയിനെയും ഒട്ടിപ്പിടിക്കുക. ബിൽ ഉദ്നൈനി 2 ചെവിയോട്, ഇസ്തിൽഹാറൻ ആ ചെവിൻ്റെ പുറം ഭാഗത്തേക്ക് ഒട്ടിച്ചു പിടിക്കുക.
അപ്പോൾ അവിടെയും നനവ് എത്തുമല്ലോ. അതിനു വേണ്ടി അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് തല തടവുക, തല മുഴുവൻ തടവുക, തലയിൽ അല്പം തടവൽ നിർബന്ധമാണ്. തല മുഴുവൻ തടവുക, അത് സുന്നത്താണ്. പിന്നെ ചെവി രണ്ടും തടവുക, അതും സുന്നത്തായ കാര്യമാണ്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ വെള്ളം കൊണ്ട് സുമയുൽസിക കഫേഹി, പിന്നെ 2 കൈയിനെയും 2 ഉള്ളം കൈയിൽ ചേർത്ത് പിടിക്കുക. നനഞ്ഞ 2 കൈയിനെയും വഹുമാ മബുലൂലത്താനി, നനഞ്ഞ 2 കൈയിനെയും ഒട്ടിപ്പിടിക്കുക. ബിൽ ഉദിനൈനി, 2 ചെവിയോട്. ഇസ്തിലിഹാറൻ, ആ ചെവിൻ്റെ പുറഭാഗത്തേക്ക് ഒട്ടിച്ചു പിടിക്കുക. അപ്പോൾ അവിടെയും നനവ് എത്തുമല്ലോ. അതിനു വേണ്ടി അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് തല തടവുക, തല മുഴുവൻ തടവുക, തലയിൽ അല്പം തടവൽ നിർബന്ധമാണ്. തല മുഴുവൻ തടവുക, അത് സുന്നത്താണ്. പിന്നെ ചെവി രണ്ടും തടവുക, അതും സുന്നത്തായ കാര്യമാണ്. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.